മാന്നാർ കൊലപാതക കേസ് പ്രതി അനിൽകുമാറിനായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. രാജ്യത്തെ ഏത് വിമാനത്താവളത്തിലെത്തിയാലും പ്രതിയെ പിടികൂടുന്നതിനാണ് നടപടി. അനിൽകുമാറിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. അതേസമയം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, അനിലിനെ എത്രയും പെട്ടെന്ന് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കേണ്ടതിന്റെ ആവശ്യകത പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനായുള്ള സംവിധാനങ്ങൾ എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുമ്പോൾ ഇവർ ഈ പരസ്പര വൈരുദ്ധ്യങ്ങളായ മൊഴികൾ ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണല്ലോ. പിന്നെ ഏറ്റവും നിർണായകമായി ഈ ഫോറൻസിക് പരിശോധനാ ഫലവും ശാസ്ത്രീയ പരിശോധനാ ഫലം അത് എപ്പോൾ കിട്ടും എന്നതുകൂടി വലിയ നിർണായകമാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നാണ് നിഷ? ലക്ഷ്മി, ഇതിലെ കേസിലെ ഒന്നാം പ്രതി അനിൽകുമാറിനായി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏത് വിമാനത്താവളത്തിൽ ഇയാൾ വന്നിറങ്ങിയാലും പോലീസ് ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യും. മാത്രമല്ല, അനിലിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനും അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അനിൽകുമാർ വന്നാൽ മാത്രമേ ഈ കേസിലെ ഒരു യഥാർത്ഥ ചിത്രം പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ അനിൽകുമാർ വന്ന ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞായിരിക്കും ഈ പ്രതികളുമായി തെളിവെടുപ്പ് ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും അനിൽകുമാറിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 3 പ്രതികളുടെ വീട്ടുകാരെയും അടക്കം ഭാര്യമാരെയും ഒക്കെ അടക്കം ഇന്നലെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും അനിൽകുമാറിന്റെ സുഹൃത്തുക്കളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ നെടുങ്കണ്ടത്ത് നിന്നും അനിൽകുമാറിന്റെ ഒരു സുഹൃത്തിനെ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. ഇയാളെ ഇന്നലെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇയാളെ ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അന്വേഷണ സംഘം പറയുന്നതനുസരിച്ച് ഈ നസീർ എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് ഇന്നലെ നെടുങ്കണ്ടത്ത് നിന്നും അന്വേഷണ സംഘം മാന്നാറിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്തും അനിൽകുമാർ നസീറിന്റെ ഫോണിലേക്ക് വിളിച്ചു എന്ന തരത്തിൽ അന്വേഷണ സംഘം സൂചനകൾ നൽകുന്നുണ്ട്. CDR രേഖകൾ പ്രകാരം പല തവണ അനിൽകുമാർ ഈ നസീറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ട കാലയളവിലടക്കം അനിൽകുമാർ നസീറുമായി സംഭാഷണം നടത്തി എന്നതിന് പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അനിൽകുമാറിന്റെ സുഹൃത്തുക്കളുടെ പട്ടിക തയ്യാറാക്കി തന്നെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ തുടരുന്നത്. അനിൽകുമാർ 15 വർഷം മുമ്പ് സ്പിരിറ്റ് കടത്തൽ വാഹനത്തിലെ ഡ്രൈവറായിരുന്നു. അബ്കാരി ബന്ധങ്ങളടക്കം ഈ കൊലപാതകത്തിനായി അനിൽകുമാർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസിന് സംശയമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, അനിൽകുമാറിന്റെ ഭാര്യ ശുഭയെയും ഒപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളെയും അടക്കം പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ പേരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും തെളിവെടുപ്പ് സംബന്ധിച്ച് പോലീസ് വിവരം നൽകുന്നില്ല. അനിൽകുമാറിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. അനിൽകുമാറിന് മാത്രമാണ് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയത്, എവിടെയാണ് മൃതദേഹം മറവ് ചെയ്തത്, അങ്ങനെ മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഭാഗങ്ങളാക്കി എവിടെങ്കിലും മറവ് ചെയ്തോ, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരണമെങ്കിൽ അനിൽകുമാറിനെ ചോദ്യം ചെയ്യണം. എന്തായാലും അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നിലവിലുള്ള വിവരങ്ങൾ. ലക്ഷ്മി, അപ്പോൾ ഈ തെളിവുകൾ ശേഖരിക്കുക എത്രയും പ്രധാനപ്പെട്ടതാണല്ലോ നിഷ. ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് തെളിവുകൾ അവരെയും കൂടി കൊണ്ടുപോയി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് നടത്താം. തീർച്ചയായും അനിൽകുമാറിനെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും നിർണായകമായി കേസിലുള്ളത് എന്നുള്ളത് പോലീസിന് ഏറ്റവും ആവശ്യമായി വേണ്ടത് അതാണെങ്കിലും ആ ഒരു നടപടി പൂർത്തീകരിക്കുക എന്നുള്ളതാണെങ്കിലും ഈ തെളിവ് ശേഖരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണോ പോലീസ്? ലക്ഷ്മി, അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം ഇട്ടു എന്ന് ആദ്യം ഈ കേസിലെ 2ാം പ്രതി ജിനു മാത്രമായിരുന്നു പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ ബാക്കിയുള്ള 2 പേർ ചോദ്യം ചെയ്യലിൽ പിന്നീട് ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. സോമരാജനൊപ്പമില്ല എന്ന് അയാൾ പറഞ്ഞുവെങ്കിൽ പോലും 2 പ്രതികളും പ്രമോദും ജിനുവും സോമരാജനും തങ്ങൾക്കൊപ്പം മൃതദേഹം മറവ് ചെയ്യാനുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ സോമരാജനും അറിയാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മൃതദേഹം എവിടെയൊക്കെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് കണ്ടെത്താനാണ്. കാരണം സെപ്റ്റിക് ടാങ്കിൽ അടക്കം അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലാണ് മൃതദേഹം കൊണ്ടുചെന്നിട്ടത് എന്ന് പ്രതികൾ പറയുമ്പോഴും ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കിട്ടിയത് എന്ന് പറയാനായി വളരെ ചെറിയ വസ്തുക്കൾ മാത്രം. കാരണം ഇത് മൃതദേഹത്തിന്റെ ഭാഗങ്ങളാണോ എന്ന് പോലും സംശയിക്കാൻ കഴിയില്ല. കാരണം ഒരു സ്ത്രീയുടേതെന്ന് കരുതുന്ന നീളമുള്ള മുടി കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന മുടിയിൽ ഉപയോഗിക്കുന്ന ക്ലിപ്പിന്റെ ഭാഗങ്ങളുണ്ട്. അതുപോലെ വസ്ത്രത്തിന്റെ ഭാഗങ്ങളും നഖവും പല്ലും എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായി അന്വേഷണ സംഘം നൽകുന്ന വിവരത്തിൽ എന്തെങ്കിലും അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഈ ബോൺ കിട്ടിയാൽ മാത്രമേ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കൃത്യമാവുകയുള്ളൂ എന്നും
വിദഗ്ധർ പറയുന്നുണ്ട്. എന്തായാലും പല്ലും നഖവും മുടിയും വസ്ത്രത്തിന്റെ ഭാഗങ്ങളുമാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത്. ഇനി അനിൽകുമാർ അവിടെ നിന്നും മൃതദേഹം മാറ്റി എന്ന ഒരു സംശയത്തിലേക്ക് അന്വേഷണ സംഘം എത്താനുള്ള കാരണവും ഇത് തന്നെയാണ്. മറ്റൊരു കാര്യം പറയുന്നത്, വീര്യം കൂടിയ രാസവസ്തുക്കൾ ഈ ടാങ്കിൽ കലർത്തിയാൽ ഒരുപക്ഷെ ഈ എല്ലുകളൊക്കെ പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരണം. ഈ കൊലപാതകം നടത്തിയ കാര്യങ്ങളും ഒപ്പം തന്നെ ഈ മൃതദേഹം എവിടെ മറവ് ചെയ്തു എന്ന കാര്യം ഒക്കെ അനിൽകുമാർ പറയണം. ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള 3 പ്രതികളുടെ വീടുകളിൽ പരിശോധന തുടരുന്നുണ്ട്. കാരണം ഇവരെ ചോദ്യം ചെയ്യൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള 3 സ്ഥലങ്ങളിലാണ് ചോദ്യം ചെയ്യുന്നത്. 3 ജയിലുകളിലായിട്ടാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവർ ഒന്നിച്ചിരുന്ന് മറ്റൊരു കഥ മെനയാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇവരെ 3 സ്ഥലങ്ങളിലായി പാർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ചോദ്യം ചെയ്യൽ ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഈ ചോദ്യം ചെയ്യുമ്പോൾ പ്രതികൾ നൽകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് തന്നെ ഈ 3 പ്രതികളുടെയും വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട്. കലയുടേതായ ഏതെങ്കിലും വസ്തുക്കൾ ഈ മൃതദേഹം തള്ളിയതിനു ശേഷവും അവരുടെ കയ്യിലുണ്ടായ ബാഗോ ചെരുപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവർ മറവ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിന് അങ്ങനെയുള്ള തെളിവുകൾ എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയാനാണ് ഈ പ്രതികളുടെ വീടുകളിലടക്കം പരിശോധന നടത്തുന്നത്. എന്തായാലും അനിൽകുമാറിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒപ്പം അനിൽകുമാറിന്റെ ഭാര്യയുടെ സുഹൃത്തുക്കളെയും അവരുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും തന്നെ പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, നിഷയാണ് വിവരങ്ങൾ നൽകിയത്.